ബബ്ബ എന്ന സിനിമയുടെ റിവ്യൂ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ സിനിമയുടെ കഥ ഞാൻ പറയാം. സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്ക് ദിലീപിന്റെ ക്യാരക്ടർ ഒരു മുഖ്യമന്ത്രിയുടെ, അതായത് ബൈജു അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെ ക്യാരക്ടറിനെ തട്ടിക്കൊണ്ടു പോവുക. എന്തിനാണ് തട്ടിക്കൊണ്ടു പോകുന്നത്? അയാളുടെ ജീവനോ അല്ലെങ്കിൽ ശരീരത്തിനോ ഒരു പോറല് അല്ലെങ്കിൽ ഹാനി ഉണ്ടാക്കണമെന്ന രീതിയിലല്ല, അയാളുടെ ചിരി ഇല്ലാതാക്കണം, അയാളുടെ സന്തോഷം ഇല്ലാതാക്കണം. ഇതാണ് ഈ തട്ടിക്കൊണ്ടു പോകുന്ന ദിലീപിന്റെ വട്ടൻ ക്യാരക്ടറിന്റെ ഉദ്ദേശം. ഈ തട്ടിക്കൊണ്ടുപോകലിന് അല്ലെങ്കിൽ ഈ ഒരു റിവഞ്ചിന് കാരണം എന്താണെന്ന് വെച്ചാൽ, വളരെ കുട്ടിക്കാലത്ത് ഈ ദിലീപിന്റെ ക്യാരക്ടറിന്റെ അമ്മ മരിച്ചു. ഈ അമ്മ മരിച്ചു കിടക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഈ ബൈജുവിന്റെ ക്യാരക്ടർ വന്ന് ഈ ഡെഡ് ബോഡിയെ നോക്കിയിട്ട് വളരെ സുന്ദരിയായിരുന്നു, എനിക്കൊരു നോട്ടം ഉണ്ടായിരുന്നു, പക്ഷെ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിലീപിന്റെ ക്യാരക്ടറിന്റെ കുട്ടിക്കാലത്തിൽ ഈ അച്ഛൻ ക്യാരക്ടർ, സിദ്ധാർത്ഥ അവതരിപ്പിക്കുന്ന അച്ഛന്റെ ക്യാരക്ടർ മരിക്കാൻ ഈ റോഡിൽ വണ്ടിയിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുമ്പോഴത്തേക്ക് റോഡ് ബ്ലോക്ക് ചെയ്ത അവിടെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടക്കുകയാണ്. അത് നടത്തുന്നത് ഈ ബൈജുവിന്റെ ക്യാരക്ടറാണ്. അപ്പോ പോയി കാല് പിടിച്ച് പറഞ്ഞിട്ടും ആ ഒരു വഴി ഉണ്ടാക്കി തരാതെ എന്ന് ചിരിച്ച് പ്രസംഗിച്ച ആ ബൈജുവിന്റെ ചിരി കാരണം ഈ ദിലീപിന്റെ കുട്ടിക്കാലത്തെ ക്യാരക്ടറിന്റെ അച്ഛൻ മരിച്ചു പോകുന്നു, സിദ്ധാർത്ഥന്റെ ക്യാരക്ടർ മരിച്ചു പോകുന്നു. അങ്ങനെ ഇയാൾക്ക് വട്ടാവുന്നു. അന്നോട്ട് ഇയാൾക്ക് ഈ മുഖ്യമന്ത്രി അതായത് ഈ ബൈജുവിന്റെ ക്യാരക്ടറിന്റെ ചിരി മാറ്റണം എന്നാണ് ഇയാളുടെ ജീവിത ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ഇയാൾ ഇത്രയും കഷ്ടപ്പെട്ട് വലുതായി ഈ തട്ടിക്കൊണ്ടുപോകല് ചെയ്യുന്നത്. ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്നതും അവസാനം ബൈജുവിന്റെ ഈ മുഖ്യമന്ത്രി ക്യാരക്ടറിന്റെ മകനായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ ചെയ്യുന്ന ക്യാരക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വന്ന് കണ്ടുപിടിക്കുന്നതൊക്കെയാണ് സിനിമയുടെ കഥ. പക്ഷേ ഈ സിനിമയിൽ എന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിന്തിപ്പിച്ചത്, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഈ ക്ലാസ്സിൽ ടീച്ചറില്ലാത്ത അവസരങ്ങളിൽ സംസാരിക്കുന്നവരുടെ പേരെഴുതാൻ ഏതെങ്കിലും പെൺകുട്ടി ഏർപ്പെടുത്തും. അവര് ഒന്ന് ബ്ലാക്ക് ബോർഡിൽ പേരെഴുതും. ആ ക്ലാസ്സിലെ ഏറ്റവും കുരുത്തക്കെട്ടവന്റെ പേരായിരിക്കും ഫസ്റ്റ് വരുന്നത്. എന്നാലും അവൻ നീ വേറെ എഴുതിയ പുല്ലാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അലയ്ക്കും. അവസാനം ഈ പേരെഴുതിയവരെല്ലാം സ്റ്റാഫ് റൂമിലോട്ട് കൊണ്ടുപോകും, പ്രിൻസിപ്പാളിന്റെ നിന്ന് അടി മേടിച്ചാൽ. ഈ കുരുത്തം കെട്ടവൻ പ്രിൻസിപ്പാളിന്റെ കാലും കൈയൊക്കെ പിടിച്ച് എങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് അടി കിട്ടാതെ തിരിച്ചു വന്നിട്ട് പേരെഴുതിയ പെൺകുട്ടിയുടെ മുമ്പിൽ നടത്തുന്ന ഒരു ഷോ ഉണ്ടല്ലോ, ആ ഷോ ആണ് ഈ സിനിമ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ ബൈജുവിന്റെ മുഖ്യമന്ത്രി ക്യാരക്ടറിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ ദിലീപിന്റെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന ഒരു അമ്മ സ്ഥാനമുള്ള ഒരു ക്യാരക്ടറാണ് ഈ ശരണ്യ എന്ന ആക്ട്രസ് ചെയ്യുന്നത്. അവര് ഈ തട്ടിക്കൊണ്ടു പോകുമ്പോഴത്തേക്ക് ഇയാൾക്ക് എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടി ആന്റിബയോട്ടിക് മേടിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു നിപ്പിൾ ബോട്ടിൽ മേടിക്കുന്നുണ്ട്. നിപ്പിൾ ബോട്ടിൽ ശ്രദ്ധിക്കാം. ഇത് കഴിഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ അന്വേഷിക്കാൻ വരുന്ന വിനീത് ശ്രീനിവാസനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ദിലീപിന്റെ ക്യാരക്ടർ ആദ്യമായിട്ടല്ല കിഡ്നാപ്പ് ചെയ്യുന്നത്. ദിലീപിന്റെ ആ ഒരു ക്യാരക്ടർ ആദ്യം കിഡ്നാപ്പ് ചെയ്യുന്നത് കറുത്ത മറുകുള്ള ലളിതാംബികയാണ്. അപ്പോൾ വിനീത് ശ്രീനിവാസൻ തിരിച്ച് ധ്യാൻ ശ്രീനിവാസനോട് ചോദിക്കും, എന്നിട്ട് കൊണ്ടുപോയിട്ട് അയാൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട്, കൊണ്ടുപോയി കറന്നു. അപ്പോൾ വിനീത് ശ്രീനിവാസൻ അയ്യേ അങ്ങനെയൊക്കെ ചെയ്തോ എന്നുള്ള രീതി ചോദിക്കുമ്പോഴത്തേക്ക് അതിന് ലളിതാംബിക ഒരു പശുവിന്റെ പേരാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് തന്നെ നിങ്ങൾ ആലോചിക്കണം, എത്ര മോശമായിട്ട്, എത്ര മ്ലേച്ഛമായിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് ഞാൻ കണ്ടോ ഈ ഒരു രീതിയിൽ നിൽക്കുന്നു എന്ന രീതിയിൽ ഒരു സിനിമ പടച്ചുവിട്ടേക്കുന്നു. ഒരു വിഷമകരമായിട്ടുള്ള കാര്യം, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയത് ഒരു പെൺകുട്ടി കൂടിയാണെന്നാണ്. ലളിതാംബിക സീനിൽ ഒരു സൈഡിൽ നിൽക്കുന്ന വിനീത് ശ്രീനിവാസനാണ്. അവരെന്തായാലും ഈ സ്ക്രിപ്റ്റ് ഏത് രീതിയിലാണ് പോകുന്നത്, ഈ സംസാരം ഏത് രീതിയിലാണ് പോകുന്നത്, കറന്റ് സിറ്റുവേഷനിൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവർക്ക് അറിയാം. എന്നിട്ടും അവർക്ക് ഇത് പറയാനും ഈ ക്യാരക്ടറൊക്കെ ചെയ്യാനൊക്കെ തയ്യാറായി എന്ന് വെച്ചാൽ, ഓക്കെ, അതിജീവിതയായാലും ഈ നിരപരാധിയായാലും അവർക്ക് ആരോടൊപ്പം നിൽക്കണം എന്നതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോരുത്തർക്ക് വിശ്വാസം വിശ്വാസം ഉണ്ടായിരിക്കും, അവർക്കൊപ്പം നിൽക്കും. പക്ഷേ ഇത്തരത്തിലൊരു സ്ക്രിപ്റ്റ്, അത് ഇങ്ങനെ ഒരു ഡയലോഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് എന്തായാലും ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ടും വിനീത് ശ്രീനിവാസനെ പോലുള്ള ആൾക്കാരൊക്കെ ഇതിന് നിന്നോർത്തു എന്ന് പറയുമ്പോഴത്തേക്കാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അടുത്ത പറയാനുള്ള മോഹൻലാലിനെയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല എന്ന് പ്രൂവ് ചെയ്യുന്നൊരു കഥ. ഓക്കെ, നിങ്ങൾ ഗസ്റ്റ് റോളിൽ പക്ഷെ നിങ്ങളെ പേര് ചീത്താക്കാത്ത രീതിയിൽ ചെയ്തുകൂടി നിങ്ങൾക്ക്. ഇതിൽ ഒന്നാമൻ സിനിമയിൽ മറ്റേ ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൻസ് ഉണ്ടല്ലോ, അത് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വയ്യ. അന്ന് അത്രയും വണ്ണവും തടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ കളിച്ചതിന്റെ റിപ്പീറ്റേഷൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഡാൻസ് കളിക്കാൻ വയ്യ. അതൊന്നും പ്രായത്തെ വെച്ച് കണക്കാക്കണേ എന്ന് പറഞ്ഞാൽ കണക്കാക്കാം. അങ്ങനെയൊക്കെ പേരുദോഷമില്ലാത്ത റോളുകൾ ചെയ്യണ്ടേ. അയാൾ വെറും സൈഡ് ആക്ടർ അല്ലല്ലോ, മലയാളത്തിലെ ടോപ്പ് പൊസിഷനുള്ള ആക്ടറാണ്. ഇയാൾക്ക് അതിന്റെ സ്വാതന്ത്ര്യമില്ലേ, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? എന്ത് ചിന്താശേഷി ഇല്ലാത്തൊരു നടനാണ് എന്നാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നുന്നത്. ഏറ്റവും കോമാളി റോളാണ് ഇതിൽ മോഹൻലാലിനുള്ളത്. ഈ ദിലീപിന്റെ ക്യാരക്ടർ മറിഞ്ഞു വീഴുമ്പോൾ കൈ പിടിച്ച് ഉയർത്തി തോളോട് ചേർത്ത് നിർത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ് അതിന്റെ ഒരു ഇന്റർമീനിങ് എന്നൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ചിന്താശേഷി കണക്കിരിക്കും. ദിലീപിന്റെ പെർഫോമൻസിനെ കുറിച്ച് കൂടി ഞാൻ പറയാം. റൺവേയില് അടിച്ചൊക്കെ ആ ഒരു സംഭവം ഹിറ്റായതുകൊണ്ട് ആൾക്കാരത് മിസ്സാവുന്നുണ്ട്. അതാണ് ഇതിൽ കൊണ്ടുവരാൻ ദിലീപ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഓവറായി പോയി. ഇത്ര മാത്രമേ പറയാനുള്ളൂ. പോയി സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഏത് തരത്തിലാണോ ഇതൊക്കെ ചിന്തിക്കുന്നത് അതനുസരിച്ച് സിനിമയെ പോയി സപ്പോർട്ട് ചെയ്യുക. സിനിമ പറയുന്ന വിഷയം ഇതാണ്. ഒരു വിഷയം പറഞ്ഞിട്ട് അതിന്റെ നിഴല് നോക്കി ആ നടിയെ കുത്തുന്നുണ്ട് നല്ല രീതിയിൽ. ഈ സിനിമയുടെ പേര് തന്നെ ഭയം, ഭക്തി, വരുമാനം. ഭയമില്ല, ഭക്തിയില്ല, ഇതിൽ ബഹുമാനം എന്ന് പറയുന്ന സാധനമേ അതില്ല. അത് ദിലീപിന്റെ ഒരു സിനിമയിലും സ്ത്രീകളോട് ബഹുമാനം ഉണ്ടായിട്ടില്ല. ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളവർ തിയേറ്ററിൽ പോയി കാണുക. അല്ലാത്തവര്